ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വേൾഡ് മാപ്പിൻ്റെ നോർത്ത് എൻഡിലുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. നോർത്ത് കേപ്പ്. 2018 ജൂൺ 21 ഞാൻ നോർവേ എന്ന രാജ്യത്ത് പോയത്. ഞങ്ങളുടെ കപ്പൽ അടുപ്പിച്ച തുറമുഖത്തിൻ്റെ പേര് ഹോണിക്സ്വാഗ് എന്നാണ്. സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. രാത്രി ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. പാതിരാ സൂര്യൻ്റെ നാട് എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. മഞ്ഞുവലകൾ ഉരുകിത്തീർന്നത് കൊണ്ട് പോകും വഴിയുള്ള കാഴ്ചകളൊക്കെ വളരെ രസകരമായിരുന്നു. ഞങ്ങളുടെ കപ്പലിൽ നിന്നും 7 ടൂറിസ്റ്റ് വണ്ടികളാണ് നോർത്ത് കേപ്പ് സന്ദർശിക്കാൻ പോയത്. മലയുടെ താഴ്വരകൾക്കിടയിൽ മഞ്ഞുരുകി കിടക്കുന്നത് നമുക്ക് കാണാം. ഏകദേശം 1 മണിക്കൂർ യാത്ര പിന്നിട്ടപ്പോൾ ഞങ്ങളൊരു സൊവിനിയർ കടയിൽ നിർത്തി. പഴയകാല നോർവെജൻ ആളുകൾ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ നമുക്കവിടെ കാണാൻ സാധിച്ചു. പലതരത്തിലുള്ള സൊവിനിയേഴ്സ് ഇവിടെ ലഭ്യമാണ്. മരത്തടികൾ കൊണ്ടാണ് ഈ കട നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഒപ്പം വന്ന ടൂറിസ്റ്റുകൾ പലതരത്തിലുള്ള സൊവിനിയേഴ്സ് വാങ്ങി. ഓരോ സൊവിനിയേഴ്സും വളരെയധികം ഭംഗിയുള്ളവയായിരുന്നു. ഒന്നിന് ഒന്ന് മെച്ചം എന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഹാങ്ങിങ് സൊവിനിയേഴ്സും സ്റ്റാൻഡിങ് സൊവിനിയേഴ്സും നോർവേയുടെ ഫ്ലാഗുകളും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഹിമപ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന റെയിൻഡിയറുടെ തോലുകൾ ഇവിടെ വിൽക്കാനിട്ടിട്ടുണ്ട്. ജാക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ആ കടയുടെ ഉള്ളിൽ വളരെ മനോഹരമായ ഒരു റെയിൻഡിയറിനെ സ്റ്റഫ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പണ്ടത്തെ നോർവെജൻകാർ നായാട്ടിന് ഉപയോഗിച്ചിരുന്ന ഒരു കത്തിയാണ് ഇത്. എല്ലാ സമയത്തും സൂര്യൻ കാണാൻ പറ്റുന്ന ഒരിടമാണ് ഹോണിക്സ്വാഗ്. ഇവിടെ സൂര്യാസ്തമയം ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അവിടെ 1 മണിക്കൂർ ചിലവഴിച്ച ശേഷം ഞങ്ങൾ നോർത്ത് കേപ്പിലേക്ക് യാത്ര തിരിച്ചു. യാത്രാമധ്യേ ഒരാൾ വഴിയരികിൽ പ്രാചീന നോർവെജൻ മനുഷ്യൻ്റെ വേഷമിട്ട് ഒരു റെയിൻഡിയറിന് തീറ്റ കൊടുക്കുന്നത് കാഴ്ച വളരെ മനോഹരമാണ്. 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ നോർത്ത് കേപ്പിൽ എത്തിച്ചേർന്നു. 1988 വിസിറ്റേഴ്സിന് വേണ്ടി വിസിറ്റർ സെൻറ്റർ അവിടെ തുറന്നു കൊടുക്കുകയുണ്ടായി. ഇൻഫർമേഷൻ ഡെസ്ക്, സൊവിനിയർ സെൻറ്റർ, പിന്നീട് റിഫ്രഷ്മെൻറ്റ് കഫേ, സെൻറ്റ് ജോഹാൻസ് ചാപ്പൽ എന്നിവയാണ് അവിടെ കാണാൻ സാധിക്കുക.
വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും സെൻറ്റ് ജൊഹാൻസ് കപ്പേളയിൽ പ്രാർത്ഥിച്ച ശേഷമാണ് നോർത്ത് കേപ്പിലേക്ക് യാത്ര തിരിക്കുക. ലേസർ ബ്ലാക്ക് ഗൾ, റേസർ ബില്ല, അന്റാർട്ടിക് പഫിൻ, കോമൺ മ്യൂരിൽ എന്നിങ്ങനെയുള്ള പക്ഷികളുടെ ആവാസ വ്യവസ്ഥ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഭംഗിയായിട്ടാണ് ഇവയെ കാണാൻ സാധിക്കുക. അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിൽഡ്രൻ ഓഫ് എർത്ത് എന്ന മോണുമെൻറ്റ് കാണാൻ സാധിക്കും. 1988 ജൂൺ 15 7 കുട്ടികൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇവിടെ എത്തിച്ചേരുകയും അവരുടെ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായി അവർ ഉണ്ടാക്കി എന്ന് കരുതപ്പെടുന്ന മോണുമെൻ്റാണ് ദ ചിൽഡ്രൻ ഓഫ് എർത്ത് എന്ന മോണുമെൻറ്റ്. പിന്നീട് ഞാനും കൂട്ടുകാരനും കൂടി അവിടെ ഇരുന്ന കുറേ കല്ലുകൾ കൊണ്ട് ഒരു മോണുമെൻ്റ് ഉണ്ടാക്കി വെച്ചു. വളരെ രസകരമായിരുന്നു അത്. തണുത്ത ഹിമക്കാറ്റ് എപ്പോഴും വീശുന്ന ഒരിടമാണ് നോർത്ത് കേപ്പ്. -24 ആയിരുന്നു അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴുള്ള താപനില. പിന്നീട് ഞങ്ങൾ എൻഡ് ഓഫ് ദി വേൾഡ് എന്ന മോണുമെൻറ്റിൻ്റെ അടുത്തേക്കാണ് പോയത്. അവിടെ ഞങ്ങൾ വളരെയധികം ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി. വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അത്. ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന സന്തോഷം മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ ഒരു അനുഭവമായിരുന്നു എനിക്ക് നോർത്ത് കേപ്പ് എന്ന യാത്ര സമ്മാനിച്ചത്. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇത്രയും ഭംഗിയുള്ള സ്ഥലം കാണാൻ ഇവിടെ എത്തിച്ചേരുന്നത്. നോർത്ത് കേപ്പിലേക്ക് പോകുന്ന പാതയുടെ പേര് E69 ഹൈവേ എന്നാണ്. സൂര്യാസ്തമയം ഇല്ലാത്തതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്ന സമയവും അസ്തമിക്കുന്ന സമയവും ഇവിടെ പല സമയങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് കേപ്പിൽ കാലുകുത്തി എന്നതിൻ്റെ അടയാളത്തിനായി നമ്മുടെ പേരും സിഗ്നേച്ചറും ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും. 10 യൂറോ ആണ് ഇതിനായി ഇവർ ഈടാക്കുന്നത്. നോർത്ത് കേപ്പിൽ പോയതിൻ്റെ തെളിവായി നമുക്ക് ഷിപ്പിൽ ക്യാപ്റ്റൻ തരുന്ന സർട്ടിഫിക്കറ്റാണ് ഇത്. ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാം. അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.